വളരെ രസകരമായൊരു രാഷ്ട്രീയ പോരാട്ടമാണ് കൊട്ടാരക്കരയിൽ. അതായത് നീണ്ട വർഷക്കാലം അവിടെ നിയമസഭാംഗമായിരുന്ന സാക്ഷാൽ ആർ ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിച്ച് അവിടെ ചോപ്പ് സ്ഥാപിച്ച നമ്മുടെ ഐഷ പൂറ്റി ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയും ആയിരുന്ന മന്ത്രിയുമായിരുന്ന ബാലഗോപാലിന് വരുന്നത്. അതേസമയത്ത് കഴിഞ്ഞ വർഷം 21 ബാലഗോപാലിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നേരിട്ടിരുന്ന രശ്മി ഇപ്പോൾ താമര ചിഹ്നത്തിൽ വീണ്ടും അവിടെ മത്സരിക്കുന്നു. ഇങ്ങനെ വളരെ രസകരമായ ഒരു പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ കൗതുകമായിട്ടൊരു മത്സരമാണുള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട്. കൊട്ടാരക്കര എന്താണ് അവിടുത്തെ? സാറേ, കൊട്ടാരക്കര ഒരുപാട് കൗതുകമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കൊട്ടാരക്കര ആർ ശങ്കർ മത്സരിച്ച് തോറ്റ സ്ഥലമാണ്. ഒന്ന്, ബാലകൃഷ്ണപിള്ള അറിയപ്പെടുന്നത് തന്നെ കൊട്ടാരക്കര തമ്പുരാൻ എന്നാണ്. കാരണം കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ളയായി കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ബാലകൃഷ്ണപിള്ള സാറിനെ ഒരു പ്രാവശ്യം അവിടെ തോൽപ്പിച്ചത് കൊട്ടറ ഗോപാലകൃഷ്ണനാണ്. അന്ന് ബാലകൃഷ്ണപിള്ള കോന്നി വന്ന് നടത്തിയൊരു പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ കൊട്ടാരക്കരയൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. ഏതോ ഒരു കൊട്ടരക്കാരൻ ചെറുക്കൻ ഞങ്ങളുടെ നാട്ടിൽ ഈ പയ്യൻ എന്ന് പറയുന്നത് ഒരു കൊട്ടരക്കാരൻ ചെറുക്കനെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. എനിക്ക് ആരാന്ന് വലിയ പിടിയൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ അവൻ്റെ ഒരു കൊതിയില്ലേ നിന്നേച്ച് പോട്ടെന്ന് ഞാനും വിചാരിച്ചു എന്നാണ് ബാലകൃഷ്ണപിള്ള കോന്നി പ്രസംഗിച്ചത്. ഇത് എണ്ണി വന്നപ്പോഴേ ഈ ചെറുക്കനെ അദ്ദേഹം വിശേഷിപ്പിച്ച ആൾ ജയിച്ചു വന്നു, കൊട്ടറ. അപ്പോൾ കൊട്ടറ എന്നറിയപ്പെട്ടിരുന്നത് ജയൻറ്റ് കില്ലർ എന്നാണ്. ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുന്ന അസാധ്യമാണെന്ന് കരുതുന്ന സമയത്താണ് ബാലകൃഷ്ണപിള്ള അവിടെ തോറ്റത്. പിന്നെ ഈ ചന്ദ്രശേഖരൻ നായരും ബാലകൃഷ്ണപിള്ളയായിട്ട് മത്സരം നടന്നിട്ടുണ്ട്. ഈ ചന്ദ്രശേഖരൻ നായർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചിട്ടുണ്ട്, ബാലകൃഷ്ണപിള്ള ഈ ചന്ദ്രശേഖരൻ നായരെയും തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൊട്ടാരക്കര പ്രവചനാതീതമായൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് നമ്മൾ കൊട്ടാരക്കരയുടെ കണക്കെടുത്താലും നമുക്കറിയാം. ഇപ്പോൾ 2006 ഐഷ പോറ്റി അവിടെ ആദ്യം മത്സരിക്കുന്നത്. അന്ന് ആദ്യം ഐഷ പോറ്റി മത്സരിക്കുന്നത് ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ടാണ്. ഐഷ പോറ്റിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഇലക്ഷൻ മത്സരം. അന്ന് 12+ ആണ്, 12,000 വോട്ട് അവർ ആ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി പിടിച്ചു. രണ്ടാമത് പിന്നെ ഐഷ പോറ്റി മത്സരിക്കുന്നത് ഐഷ പോറ്റിയുടെ കൂടെ തന്നെ ബന്ധുവായ ഡോക്ടർ എം മുരളി. അദ്ദേഹം വളരെ പ്രശസ്തനായ ഡോക്ടറാണ്, കൊട്ടാരക്കര എല്ലാം നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. ഇവരുടെ ബന്ധുവും കൂടിയാണ്. അപ്പോൾ 20+ ആയി, 20,000-ലധികം ഭൂരിപക്ഷം കിട്ടി. അത് കഴിഞ്ഞ് 2016 വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മത്സരിച്ചത് സവിൻ സത്യൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് ആൾക്കാരനാണ്. അദ്ദേഹത്തിന് അവിടെ മത്സരിച്ചപ്പോൾ കിട്ടിയത് 42+ ആണ്. 42,000-ലധികം വോട്ട് ഭൂരിപക്ഷം വാങ്ങിച്ചാണ് ഐഷ പൂറ്റി ജയിച്ചത്. അപ്പോൾ ഐഷ പൂറ്റി ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഘട്ടമായിട്ട് വോട്ടിൻ്റെ ഇരട്ടി അങ്ങ് വർദ്ധിച്ചു പോവുകയാണ്. അപ്പോൾ ജനസമ്മതി ഇല്ലാത്തൊരു നേതാവിനത് പറ്റില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതിനർത്ഥം ഐഷ പൂറ്റി ഒരു MLA എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഐഷ പൂറ്റിയുടെ സ്വാധീനം, ഐഷ പൂറ്റിയുടെ വ്യക്തിത്വം കൊട്ടാരക്കര സ്ഥാപിച്ചെടുക്കാൻ ഐഷ പൂറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഐഷ പൂറ്റിയുടെ ഒരു പ്രത്യേകത, അവർ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളാണ്. ആർക്കും എപ്പോഴും ചെന്ന് കാണാൻ പറ്റും. ചിരിച്ച മുഖത്തോടു കൂടി ആളുകളെ സ്വീകരിക്കത്തുള്ളൂ. ഐഷ പൂറ്റിയുടെ വായിൽ നിന്ന് മോശമായൊരു അക്ഷരം വീഴുകയില്ല. നല്ല സംസ്കാരമുള്ള ആളാണ്, നല്ല ആഠ്യത്വമുള്ള ആളാണ്, നല്ല കുലീനത്വമുള്ള ആളാണ്. ആ തരത്തിൽ ഐഷ പൂറ്റി ഒരു ബഹുമാന്യയായ MLA എന്നുള്ള നിലയിൽ അവിടെ അവരുടെ പിന്നെ ഒരു പേഴ്സണാലിറ്റി സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഐഷ പൂറ്റി ഒരു പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാൺ ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ ഐഷ പൂറ്റി കാപട്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതാണ് CPM കണ്ട വലിയൊരു കുഴപ്പം. ഈ ദൈവനാമത്തിൽ ഐഷ പൂറ്റി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദേശീയ ജനാധിപത്യ വിപ്ലവം എങ്ങനെ നടക്കും? ഇത് മഹാപാതകമല്ലേ ചെയ്തത്, ഒരു ജനതയെ, ഒരു പാർട്ടിയെ മുഴുവൻ വഞ്ചിക്കല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നത്തിൽ വന്ന് കാടിളക്കി. ഇതേ പാർട്ടിയാണ് 2021 വീണ ജോർജ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. MM മോനായിയെയും അതുപോലെ തന്നെ പിന്നെ ഐഷ പൂറ്റിയെയും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശാസിച്ച പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയും ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പൻ്റെ വിഗ്രഹം ബഹുമാന പുരസരം നമ്മുടെ പിന്നെ പളനിവേൽ ത്യാഗരായന് കൊടുക്കുന്ന നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ ദൈവശിക്ഷയല്ലാതെ പിന്നെ എന്തോ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഐഷ പൂറ്റി MLA എന്നുള്ള നിലയിൽ അവരുടെ ഒരു വ്യക്തിത്വം അവർക്ക് അവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൈറ്റ് നല്ല ഫൈറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സാറേ, അതിനകത്ത് ഈ ഐഷ പൂറ്റിക്ക് അവസാനം കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 40+ ആണ്.
അപ്പോൾ അവിടെ ഇപ്പോൾ നഴ്സിംഗ് കോളേജ്, ബൈപ്പാസ്, ഡ്രോൺ പാർക്ക്, IT പാർക്ക്, പിന്നെ ദേശീയപാത നിർമ്മാണം, ഇതിലൊക്കെ വാസ്തവത്തിൽ ഒരു MLA എന്നുള്ള നിലയിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെയും കൂടി ഫലമാണ്. പിന്നെ സാർ ഈ പറഞ്ഞതുപോലെ ഒരു വളരെ സംസ്കാര സമ്പുഷ്ടമായ ഒരു 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 പെരുമാറ്റം, അതുകൊണ്ട് മാത്രം വോട്ട് ലഭിക്കണമെന്നില്ല. എപ്പോഴും തിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായി അതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു. സാധാരണഗതിയിൽ ഒരു CPM MLA ചെയ്യുന്നതിലും ഭംഗിയായി ചെയ്തു എന്നുള്ള ആൾക്കാരുടെ തോന്നലിൽ നിന്നാണ് ഈ 40,000ലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ അത് അവരെ ബാധിച്ചു. പിന്നെ ഇടയ്ക്ക് അവരെ സമാനമായ ഒരു സംഭവം ഞാൻ കാണുന്നതെന്ന് പറയുന്നത് ഈ ജി സുധാകരനെ മാറ്റി നിർത്തിയതിൻ്റെ ഏതാണ്ട് ഒരു ഛായ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഒരേപോലത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ പാർട്ടി മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള അവിടെ നിൽക്കട്ടെ, എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീണ്ടും അവർ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവരും പറഞ്ഞിരുന്നതെന്ന് പറയുന്നത് നമുക്ക് വാർത്താമാധ്യമങ്ങളിൽ കൂടി അറിയാൻ കഴിയുന്നത് പാർട്ടി ഒതുക്കലിൻ്റെ ഭാഗമായി മാറ്റി നിർത്തി എന്നുള്ളത്. അതായത് വലിയൊരു അത് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് വലിയൊരു മനോവേദന ഉണ്ടാവാം. അപ്പോൾ ഈ 40,000 എൻ്റെ ചോദ്യം വരുന്നത് ഈ 40,000-ഓളം ഭൂരിപക്ഷം കിട്ടിയത് ഒറ്റയടിക്ക് ബാലഗോപാലിന് 10,000 ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അവർക്കായിട്ടൊരു വോട്ട് വിഹിതം അവിടെ കിടക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ആ വോട്ടും കോൺഗ്രസ്സിന് ലഭിച്ചിരുന്ന വോട്ടും കൂടി കണക്കാക്കിയാൽ ഒരു പക്ഷേ ഇത്തവണ ബാലഗോപാലിൻ്റെ സ്ഥിതി പരുങ്ങലിലായി പോയി. സാറേ, അതിൻ്റെ വലിയ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളത് നോക്കുമ്പോഴേ ഈ ഐഷ പോറ്റിക്ക് 42+ വരെ വോട്ട് അവർ വർദ്ധിപ്പിച്ചെടുത്തല്ലോ, അവരുടെ വ്യക്തിത്വം കൊണ്ട് വന്നാലേ. 2021 LDFന് വളരെ അനുകൂലമായൊരു സാഹചര്യം നിൽക്കുമ്പോൾ ബാലഗോപാലിനെതിരെ നിന്ന രശ്മി എന്ന് പറഞ്ഞിട്ട് പുതുമുഖമാണ്. അതെ, കൊട്ടാരക്കരയ്ക്കപ്പുറം ആരും അറിയുന്ന ഒരാളല്ല. ഇനി കൊട്ടാരക്കര പോപ്പുലറാണോ ആയിരിക്കാം ഒരു പക്ഷേ അവർ നിന്നപ്പോൾ ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം വെറും 10,000 വോട്ടായിരുന്നു. സാർ മനസ്സിലാക്കണം അല്ലേ? എന്ന് പറഞ്ഞാൽ ബാലഗോപാല് ആ ഒരു ഘട്ടത്തിൽ 2021 എല്ലാവരും ജയിച്ച കൂട്ടത്തിൽ മാത്രം ജയിക്കാനാണ് ബാലഗോപാലിന് കഴിഞ്ഞത്. അല്ലാതെ വേറിട്ടൊരു വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. കാരണം 42,000 നിന്നാണ് 10 കുറഞ്ഞത്. അതാണ് വലിയ ചെറിയൊരു കാര്യമല്ലല്ലോ. അപ്പം അത് കാണിക്കുന്നത് ചില അപായ സൂചനകളായിട്ട് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. നമ്മുടെ ഈ കണക്ക് വെച്ച് മാത്രമാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഐഷ പോറ്റി വളരെ സൗമ്യമാണെന്ന് പറഞ്ഞാൽ ബാലഗോപാലും വളരെ സൗമ്യനാണ്. ബാലഗോപാലും വളരെ മോശമായിട്ടൊന്നും പറയുന്ന ഒരാളല്ല, വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളാണ്. ബാലഗോപാലിനെ കാണാൻ ചെന്നാലും വളരെ സൗമ്യമായിട്ട് പിന്നെ ഇടപെടുന്ന ആളുമാണ്. പക്ഷേ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അതിലുപരിയായിരിക്കും തോന്നുന്നു മന്ത്രി എന്നുള്ള നിലയിൽ. അപ്പോൾ 2 തരത്തിലുള്ള ലയബിലിറ്റി ബാലഗോപാലിൽ വരുന്നുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ട ധനമന്ത്രിയാണ്, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ധനമന്ത്രി എന്നുള്ള നിലയിൽ ഈ ധനമന്ത്രി 100% പരാജയമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ ചീത്ത വിളിക്കാൻ മാത്രമായിട്ട് ധനമന്ത്രി വന്നിട്ട് കാര്യമില്ലല്ലോ. ധനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വിവേചനം കാണിച്ചെങ്കിൽ അതിനെ അതിജീവിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവനല്ലേ സമർത്ഥനായ ധനമന്ത്രി. അപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 10 ലക്ഷം കോടി രൂപ എത്രയായിക്കോട്ടെ തുക ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരാനുണ്ട്. അവരത് തരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിലും അതിനെ അതിജീവിച്ച് പോകാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണല്ലോ ധനമന്ത്രിയുടെ. അവിടെ നിന്ന് തന്നാൽ കാശ് വാങ്ങിച്ച് നമുക്ക് തരാമെന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ധനമന്ത്രിക്ക് പകരം റോബോട്ട് ഇരുന്നാലും പോരെ? അതിന് ഒരു കഴിവ് വേണ്ടല്ലോ സാറേ. ഇപ്പോൾ കിഫ്ബി തന്നെ ആവിഷ്കരിച്ച് കൊണ്ടുവന്നത് തോമസ് ഐസക്കാണ്. ഇപ്പോൾ തോമസ് ഐസക്കിന് ശേഷം വരുന്നൊരു ധനമന്ത്രി എന്നുള്ള നിലയിൽ തോമസ് ഐസക്കിനെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ വലിയ ധനകാര്യ വിദഗ്ധനാണെന്ന് എന്തായാലും ഞാൻ കരുതുന്നില്ല. പക്ഷേ തോമസ് ഐസക്ക് അത്യാവശ്യം ധനവകുപ്പ് കൈകാര്യം ചെയ്തു. അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. വിശ്വനാഥ മേനോനും തോമസ് ഐസക്കുമായിട്ട് നോക്കും, വിശ്വനാഥ മേനോനെക്കാട്ടിൽ ഒരു 4-5 പടി താഴെയാണ് തോമസ് ഐസക്ക് നിൽക്കുന്നത്. അല്ല, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. വിശ്വനാഥ മേനോന് ജാടയില്ല, താടിയില്ല, ജൂബയില്ല, മുണ്ടുപോലും ആവശ്യമില്ലാത്ത വിധത്തിൽ നീളമുള്ള ജുബയില്ല. ഇതൊന്നും ഇല്ലെങ്കിലും വിശ്വനാഥ മേനോൻ വളരെ ഭംഗിയായിട്ട് ധനവകുപ്പ് കൊണ്ടുപോയ ഒരാളാണ്. വളരെ ഭംഗിയായിട്ട് CPMൻ്റെ മന്ത്രിയായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, ഈ ബാലഗോപാലിന് നല്ലൊരു ധനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പേരെടുക്കാൻ കഴിഞ്ഞില്ല. നമ്പർ 1. നമ്പർ 2, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും DA കുടിശ്ശിക വന്നൊരു കാലഘട്ടമുണ്ട് സാറേ. സാർ ആലോചിച്ച് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തെന്ന് പറഞ്ഞാൽ ഈ സർവീസ് സംഘടനകളാണ്. ഈ സാംസണിൻ്റെ കരുത്ത് തലമുടിയിലാണെന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് ഈ സർവീസ് സംഘടനകളിലാണ്. NGO യൂണിയൻ പരിപൂർണമായിട്ട് അവരുടെ നേതാക്കന്മാർക്ക് MLA ആകാനും MP ആകാനും വല്ല കോർപ്പറേഷൻ കിട്ടാനും അല്ല KSFയുടെ ചെയർമാനാകാനും ഒക്കെ താല്പര്യമുള്ള കുറേ ആത്മാക്കൾ അതുകൊണ്ട് നടക്കുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ കൂടെ നിന്നല്ലേ പറ്റൂ. പക്ഷേ അംഗങ്ങൾ ഗവൺമെൻറ്റിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നില്ല, അവരുടെ കുടുംബാംഗങ്ങൾ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നില്ല, അതിൽ വോട്ട് ചെയ്യത്തില്ല. അതുപോലെ വലിയൊരു ഭാഗം പെൻഷൻകാരില്ലേ സാർ. പെൻഷൻകാർ തന്നെ
വലിയൊരു വിഭാഗം ആളുകളുണ്ട്, 5.5 ലക്ഷം പെൻഷൻകാരുണ്ട്. ഇവർക്ക് മറ്റൊന്നും വേണ്ട, ഒരു മാനുഷിക പരിഗണന വെച്ച് 70 വയസ്സിൽ കൂടുതലുള്ള പെൻഷൻകാർക്ക് അവരുടെ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ പറഞ്ഞാൽ ഇത്ര രൂപയല്ലേ ആവുള്ളൂ സാറേ. അതിന് കോമൺ സെൻസ് പോരെ, വെറും കോമൺ സെൻസ്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും എല്ലാം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അത് കുറച്ചെങ്കിലും അവർ കൊടുത്തല്ലോ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ സാറിനോട് പറയാം. UPA ഗവൺമെൻറ് കൊണ്ടുവന്ന നല്ലൊരു നിയമമാണ് 60 വയസ്സിൽ കൂടുതലുള്ളവർക്ക് റെയിൽവേയിൽ ഇളവ് അനുവദിച്ചത്. അത് മോദി സർക്കാർ നിർത്തലാക്കി. പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു പ്രതിപക്ഷ നേതാവായുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ ഇതൊരു വിഷയമാണ്. രാജ്യത്തെ മുതിർന്ന പൗരന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല? മിനിമം ട്രെയിനിൽ പോകുന്നവന് ഒരു ചെറിയ സൗജന്യം കാണിക്കാത്ത നിങ്ങൾ റെയിൽവേയിൽ വന്ദേ ഭാരത് ഓടിച്ചിട്ട് മാത്രം മതിയോ? വന്ദേ ഭാരത് വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ സാധാരണ പൗരന്മാരുടെ വൃദ്ധന്മാരോട് നിങ്ങൾക്കൊരു ദാക്ഷിണ്യം കാണിച്ചുകൂടെയും ചോദിച്ചായിരുന്നെങ്കിൽ റെയിൽവേ മന്ത്രി ചൂളുമായിരുന്നു. അത് ചോദിക്കാൻ വിവരമുള്ളവർ പാർലമെൻറ്റിലോട്ട് പോകണ്ടേ? ഇവരെ വിമാനത്തിൽ സഞ്ചരിക്കുന്നവന് 60 വയസ്സ് കഴിഞ്ഞാൽ ട്രെയിനിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് അവർക്കറിയില്ലല്ലോ. സുഖലോലുപന്മാരായ നമ്മുടെ MP-മാർക്ക് അത് അറിയാത്തതുകൊണ്ട് സംഭവിച്ചായിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പെൻഷൻകാരും സർവീസ് സംഘടനയുടെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഈ ഗവൺമെൻറ് എതിരാണ്. നിസ്സാര കാര്യമല്ല. 10-11 ലക്ഷം ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും, അതൊരു നിസ്സാര കാര്യമല്ല. അപ്പം അതിപ്പം കൊട്ടാരക്കര കോൺസ്റ്റിറ്റ്യുവൻസി വരുമ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ അദ്ദേഹത്തിനോടുള്ള അതിശക്തമായ എതിർപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ആ നിയോജക മണ്ഡലത്തിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്യേണ്ട കൊല്ലം ചെങ്കോട്ട റോഡ് കടന്നു പോകുന്നതാണ്. കൊല്ലം ചെങ്കോട്ട റോഡ്, ഈ കൊല്ലം ചെങ്കോട്ട റോഡിലെ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് കൊട്ടാരക്കരയാണ്. കാരണം വെച്ചാൽ നമ്മുടെ മെയിൻ സെൻട്രൽ റോഡ് MC റോഡ് കടന്നു പോകുന്നതും അതിനെ ക്രോസ് ചെയ്താണ് പിന്നെ ഈ കൊല്ലം ചെങ്കോട്ട റോഡ് പോകുന്നത്. MC റോഡിനെ ക്രോസ് ചെയ്ത് കൊല്ലം ചെങ്കോട്ട റോഡ് വന്ന് ചേരുകയാണ്. സാറേ, അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നാൽ, ഇവിടെ വന്നാൽ ഇവിടെ മതി, MC റോഡിൽ മതി ആ ഫ്ലൈ ഓവർ. MC റോഡിൽ ഫ്ലൈ ഓവർ വന്നാൽ കൊട്ടാരക്കര ടൗണിലെ ഗതാഗത കുരുക്ക് അതോടെ തീർന്നു. അത് കൃത്യമായ ഒരു ഫ്ലൈ ഓവറിനുള്ള ഡിസൈൻ ഐഷ പൊറ്റി തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അവരൊരു റിംഗ് റോഡിനുള്ള ഡിസൈനും ചെയ്തിരുന്നു. പക്ഷേ അത് കാരണം എനിക്കറിയാവുന്ന കാര്യം, ഞാൻ ധനമന്ത്രിയോട് ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഐഷ പൊറ്റി പലപ്പോഴും ഇതിനെ ധനം അനുവദിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ധനമന്ത്രിയെ കാണാൻ വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് പലതും തടഞ്ഞു വെച്ചതിൽ വലിയൊരു പങ്ക് ബാലകൃഷ്ണ സാറിനുള്ളതാണ്. കാരണം അതിൻ്റെ ക്രെഡിറ്റ് പോകരുത് എന്ന് വിചാരിച്ച് അദ്ദേഹം ചില ഒബ്ജക്ഷൻസൊക്കെ നടത്തിയതിൽ. അപ്പോൾ എന്തായാലും ശരി, ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അത് കൃത്യമായിട്ട് പിന്നെ ബാലഗോപാൽ ചെയ്യാമായിരുന്നു. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത പല പരിപാടികളും ഐഷ പോറ്റി തുടങ്ങി വെച്ചതായിരുന്നു. ഇതാണ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൊട്ടാരക്കര സീറ്റ് ഒട്ടും സുരക്ഷിതം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലിന് എതിരായിട്ട് നിന്ന ആളാണ് രശ്മി. ഇപ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. BJPക്ക് അവിടെ വോട്ടുണ്ട്, പക്ഷേ ആ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാർട്ടി സ്ട്രക്ചർ വളർത്തിയെടുക്കാൻ BJPക്ക് കഴിയാത്തത് കൊണ്ട് കൊട്ടാരക്കരയൊന്നും BJPക്കൊന്നും ചെയ്യാനില്ല. അവിടെ ത്രികോണ മത്സരവും ഇല്ല. അവിടെ മത്സരം ഐഷ പൊറ്റിയും അതുപോലെ തന്നെ ബാലഗോപാലുമായിട്ടാണ്. ആ മത്സരത്തിൽ കടുത്ത വെല്ലുവിളിയാണ് ബാലഗോപാൽ നേരിടുന്നതെന്നാണ് എൻ്റെ നിരീക്ഷണം. ഈ ഒരു കാര്യം കൂടി പറഞ്ഞു നോക്കുന്നത് പിന്നെ അവസാനിപ്പിക്കുക സാർ. ഇതിനകത്ത് ഇത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലം ആണ് കൊട്ടാരക്കര. പക്ഷേ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് പരിധിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ ലഭിച്ച വോട്ട് വിഹിതം നോക്കിക്കഴിഞ്ഞാൽ 53,526 53+ കൊടിക്കുന്നിൽ ലഭിച്ചത്. LDFന് 56 ലഭിച്ചു. LDF ചെറിയൊരു മേൽക്കോയ്മ അവിടെ ഉണ്ടായിരുന്നു. BJPക്ക് സ്വാഭാവികമായിട്ടും വളരെ താഴ്ന്ന ഒരു വിഹിതമാണ് കിട്ടിയത്. ഇതാണ് പിന്നെ തദ്ദേശം വന്നപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം മാറി. പക്ഷേ എങ്കിൽ പോലും ഒരു കണക്കൂടി ഞാൻ പറഞ്ഞു നിർത്താം. കഴിഞ്ഞ തവണ കോൺഗ്രസ് അവിടെ 57,000 വോട്ടുകളാണ് പിടിച്ചത്. 10,000 ബാലഗോപാലിന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോൺഗ്രസ് വളരെ ഭംഗിയായി മെച്ചപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് പിന്നെ ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസ്സുകാരിയായി മത്സരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൽ അത്ഭുതമില്ല. ഇല്ല സർ, കാരണം അവർ ഏറ്റവും കോൺഗ്രസ് തന്ത്രപൂർവ്വം കാണിച്ചത് ഐഷ പോറ്റിയെ UDF സ്ഥാനാർത്ഥിയാക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊട്ടാരക്കര മണ്ഡലത്തിൽ മാത്രമല്ല കേരളം ആകമാനമുണ്ടായി. അതിൻ്റെ അവസാനത്തെ ഇത് നമ്മൾ കണ്ടു അമ്പലപ്പുഴ. അത് ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപൂർവ്വം തന്നെ രാഷ്ട്രീയ കരുക്കൾ നീക്കിയിട്ടുണ്ട്. അതിലെ ഒരു നല്ല ഉദാഹരണമാണ് കൊട്ടാരക്കര നമ്മുടെ ധനമന്ത്രി ബാലഗോപാലൻ നേരിടുന്ന വെല്ലുവിളി വളരെ വലുതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ
ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.